ആവശ്യപ്പെട്ട 10,000 രൂപ ATM-ൽ നിന്നും ലഭിക്കാതായതോടെ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനിൽ പരാതിപ്പെട്ട ASIക്ക് 40,000 രൂപ നഷ്ടപരിഹാരം ലഭിച്ചു. കൊല്ലം വനിതാ സെല്ലിലെ ASI V സുപ്രഭയ്ക്കാണ് നഷ്ടപരിഹാരം നൽകാൻ കമ്മീഷൻ വിധിയായത്. 2019 ഏപ്രിൽ സുപ്രഭ ഇരവിപുരത്തെ ATM-ൽ നിന്ന് 20,000 രൂപ എടുക്കാൻ ശ്രമിച്ചു. എന്നാൽ അക്കൗണ്ടിൽ നിന്ന് തുക പിൻവലിച്ചതായി കാണിച്ചുവെങ്കിലും കയ്യിൽ കിട്ടിയത് 10,000 രൂപ മാത്രമാണ്. തുടർന്ന് തിരുവനന്തപുരം ബാങ്കിംഗ് ഓംബുഡ്സ്മാനെ പരാതി നൽകിയെങ്കിലും പരാതി പിന്നീട് തള്ളുകയായിരുന്നു. കൊല്ലം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ നൽകിയ പരാതിയെ തുടർന്ന് 2024 മെയ് 8-ന് പരാതിക്കാരിക്ക് കമ്മീഷൻ നഷ്ടപരിഹാരം വിധിച്ചു. 10-ന് തന്നെ അക്കൗണ്ടിൽ തുകയും എത്തി. പരാതിക്കാരിക്ക് വേണ്ടി അഡ്വക്കേറ്റ് C. പത്മകുമാർ നായർ ഹാജരായി. ഒരു വെള്ളിയാഴ്ചയായിരുന്നു. അന്ന് ഞാൻ ഇരവിപുരം കാനറ ബാങ്കിലെ എൻ്റെ SBI അക്കൗണ്ടുള്ള ഇതിൽ നിന്നാണ് കാനറ ബാങ്കിന്റെ ATM യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ 20,000 രൂപയ്ക്ക് ഞാൻ ശ്രമിച്ചു. എനിക്ക് 20,000 ശ്രമിച്ചപ്പോൾ അതിൽ കുറഞ്ഞ തുകയ്ക്ക് ശ്രമിക്കാൻ വേണ്ടി സ്ക്രീനിൽ തെളിഞ്ഞു. അപ്പൊ ഞാൻ 10 രൂപയ്ക്ക് ശ്രമിച്ചു. 10 രൂപ എനിക്ക് കിട്ടി. 10 രൂപ കിട്ടി. അപ്പൊ എനിക്ക് 20,000 രൂപ ആവശ്യമുള്ളത് കൊണ്ട് അടുത്ത ഒരു 10 രൂപയ്ക്ക് വേണ്ടി ഞാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് കിട്ടിയില്ല. അപ്പൊ ഞാൻ ഒന്നുകൂടി ട്രൈ ചെയ്തു. 3 പ്രാവശ്യം ആകാമല്ലോ എന്ന് വെച്ചാൽ ഒന്നുകൂടി ട്രൈ ചെയ്തപ്പോൾ ട്രാൻസാക്ഷൻ ഡിക്ലൈൻഡ്, ഡെയിലി വിഡ്രോവൽ ലിമിറ്റ് റീച്ച് ഒരു സ്ലിപ്പ് കിട്ടി. ആ സ്ലിപ്പുമായിട്ട് ഞാൻ ഇങ്ങ് പോരുന്നു. വെള്ളിയാഴ്ചയുമാണ്. അടുത്ത ദിവസം 2-ാം ശനി, തൊട്ടടുത്ത ദിവസം സൺഡേ, പിന്നെ അതിന്റെ അടുത്ത ദിവസം വിഷു. അപ്പൊ അതെല്ലാം ഹോളിഡേയ്സ് ആയിരുന്നു. ബാങ്ക് ഹോളിഡേയ്സ് അല്ലേ. പിന്നെ 16-ാം തീയതി എന്ന് പറയുന്നത് കൊല്ലം പൂരം. അപ്പൊ അത് ഡ്യൂട്ടിയാ. അപ്പൊ നമുക്ക് ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് ഇതിന്റെ ഇടയിലൊന്നും ബാങ്കിൽ പോവാൻ എനിക്ക് പറ്റിയില്ല. 17-ാം തീയതി കൊണ്ടുപോയി റിക്വസ്റ്റ് കൊടുത്ത് പൈസ കിട്ടിയില്ല എന്നും പറഞ്ഞ് 10 രൂപ കിട്ടിയില്ല എന്നും പറഞ്ഞ് റിക്വസ്റ്റ് കൊടുത്തപ്പോൾ ബാങ്ക് പറയുന്നത് ഞാൻ 20,000 എടുത്തു, 20,000 സക്സസ്ഫുൾ ആ കാണിക്കുന്നത്, അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ശരിക്കും അത് രേഖാമൂലം എനിക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കിട്ടി. ഒരിക്കൽ കൂടി ഞാൻ റിക്വസ്റ്റ് കൊടുത്തപ്പോൾ വീണ്ടും എനിക്ക് കിട്ടിയ റിപ്ലൈ എന്ന് പറഞ്ഞാൽ 20,000 സക്സസ്ഫുൾ. അപ്പം ഞാൻ ഓംബുഡ്സ്മാനെ സമീപിക്കാൻ വേണ്ടി ഇമെയിൽ ചെയ്തപ്പോൾ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഓംബുഡ്സ്മാന്റെ റിപ്ലൈ കിട്ടുന്നത്. ബാങ്ക് കൊടുത്ത റിപ്ലൈ അനുസരിച്ച് അവർക്ക് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് ഓംബുഡ്സ്മാനും തന്നിരിക്കുന്ന റിപ്ലൈ. അങ്ങനെയാണ് ഓംബുഡ്സ്മാൻ 2 പ്രാവശ്യം റിപ്ലൈ തന്നു. ഓംബുഡ്സ്മാനിൽ നിന്ന് എന്നെ നേരിട്ട് വിളിക്കുകയും ചെയ്തു. അപ്പം എൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം ആയില്ല. എൻ്റെ 10 രൂപ പോയതാ. അപ്പം ബാങ്ക് പറയുന്നത് ഞാൻ 20 എടുത്തെന്നല്ലേ, 10 രൂപയിലേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് ഞാൻ CDRCയെ സമീപിച്ച് 5 വർഷം കേസ് പറഞ്ഞിട്ടാണ് എനിക്കിപ്പോഴ് ഈ വിധി വന്നിരിക്കുന്നത്. അത് വിധി വന്നത് മെയ് 6-ാം തീയതിയാണ്. മെയ് 8-ാം തീയതിയാണ് ഓർഡർ ആവുന്നത്. അപ്പൊ കഴിഞ്ഞ ജൂൺ 10-ാം തീയതി എൻ്റെ അക്കൗണ്ടിലോട്ട് ഈ 10 രൂപ പോയതും 25,000 എൻ്റെ ഒരു മാനനഷ്ടമായിട്ട് ഞാൻ ആവശ്യപ്പെട്ടിരുന്ന തുകയും 5 രൂപ ചെലവായത്, അതെല്ലാം കൂടെ ചേർത്ത് 40,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ വന്നു. 40,000 തിരിച്ചു കിട്ടി. ആ സമയത്ത്